ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഒരു നെക്ക് എംബ്രോയിഡറി ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളറിലെ കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് പാറ്റേൺ ഞാനിത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് ഇതാ കുറച്ച് ലീഫ് കണ്ടോ, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. അതായത് ഫുള്ള് നമ്മുടെ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ച് മാത്രമേ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇതിൻ്റെ ത്രെഡ് വർക്കുകളൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോർഡർ ഭാഗമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം കട്ട് ബീഡ്സ് വെച്ചിട്ട്. അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്ത ബീഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ബീഡിൻ്റെ ബാക്കിലേക്ക് നീഡിലിറക്കത്തക്ക വിധത്തിൽ അങ്ങനെയാണ് ചെയ്ത് ഈ ഒരു ബോർഡർ ഭാഗം ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊരു എലൈൻ മോഡൽ കുർത്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെക്ക് ഡിസൈൻ. അപ്പോൾ എൻ്റെ സ്ലീവ് ഡിസൈൻ വന്നിട്ട് സ്ലീവിൽ ഞാൻ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ സ്ലീവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നെക്ക് മാത്രമേ നമുക്ക് ഒരു വർക്ക് വന്നിട്ടുള്ളൂ എലൈൻ മോഡലിൽ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീവിനും കൂടി ആകുമ്പോൾ നമുക്കൊരു ഹെവി വർക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് സ്ലീവിന് മാത്രം വർക്ക് ഒഴിവാക്കിയിട്ട് നെക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വരച്ചിട്ടുള്ള ആ ഒരു ലൈനൊന്നും നമുക്ക് പുറത്തേക്ക് അധികം കാണുന്നില്ല. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്ക് ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചീത്ത വശത്ത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ചീത്ത വശത്ത് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെൻസിൽ മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വശത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് പെൻസിൽ മാർക്കർ വെച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല ഭാഗം എടുത്തിട്ട് ഫ്രെയിം ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴത്തെ ഭാഗത്ത് അടയാളപ്പെടുത്തിയതെല്ലാം നമുക്ക് മുകൾ ഭാഗത്ത് തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു പെൻസിലിൻ്റെ ആ ഒരു മാർക്കിങ്ങോ ഒന്നും നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പുറത്തേക്ക് കാണത്തില്ല. അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈന് നമ്മുടെ രണ്ട് ബോർഡർ ലൈൻ്റെയും ഉള്ളിൽ നമുക്ക് ഇതുപോലെ വളരെ തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. നോർമൽ നീഡിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആര്യ നീഡിൽ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ആര്യ നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമേ. ഇനി നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ലീഫിന് നമ്മളിപ്പോൾ ബോർഡർ ചെയ്ത് കൊടുത്തല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡർ ഭാഗവും ലീഫിൻ്റെ ബോർഡർ ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ആ സെൻറ്റർ ഭാഗം നമ്മൾ ഒഴിവാക്കി വിടും. കാരണം ഈ ഒരു ബോർഡർ ഭാഗം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അകത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡർ ഭാഗം മാത്രം വർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചുറ്റിനും നമ്മൾ ആ ലൈൻ വരച്ചിരിക്കണ കണ്ടില്ലേ, ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിക്കായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബോർഡറൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഫൈനൽ വന്നിട്ടുള്ളത്. നിറയെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെൻറ്ററിലെ ലീഫൊക്കെ നമുക്ക് അതുപോലെ തന്നെ തെളിഞ്ഞ് കാണാം. അതിന് ചുറ്റിനും നിറയെ ബീഡ്സ് ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുത്തേക്കാണ്. പിന്നെ പുറത്തേക്ക് കുറച്ച് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. കാരണം ഇതിൽ ത്രെഡ് വർക്കോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു പാർട്ടി വെയറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എലൈൻ മോഡലിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.